ശാശ്വത ഭുജങ്ങളാൽ മറുടണച്ചിടും സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ ദുഃഖത്തിൽ ആശ്വാസമാ രോഗത്തിൽ എൻ സൗഖ്യമാ ഘോര വിപത്തുകളിലെങ്ങിതാ ശാശ്വത ഭുജങ്ങളാൽ മറുടണച്ചിടും ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ.
കടൽ തീരവാതിൽ തൻദാസൻ കേളതുപോ സംഗീതൂരേ ദേവാരം വൻതാരം മാറിപ്പോകും മനോഹരമാകുന്ന നല്ലൊരു ഗാനം കർത്താവ് നമുക്ക് നൽകി ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ടാലന്റുകൾ കുഴിച്ചിടാതെ അത് വ്യാപാരം ചെയ്യുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. പാട്ട് എല്ലാവരെയും സ്വാധീനിക്കും. പ്രസംഗം സ്വാധീനിച്ചിരിക്കില്ല, പക്ഷെ പാട്ട് ഏത് വ്യക്തികളെയും സ്വാധീനിക്കും. രണ്ട്, രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി പാടുമ്പോൾ സ്വാധീനിക്കുക മാത്രമല്ല, ആ പാട്ട് ചിലരെ ക്രിയ ചെയ്യും. ചില ദുരാത്മാക്കളുടെ ഇരിപ്പിടങ്ങൾ ഇളകും. അതുകൊണ്ടാണ് ദാവീദ് കിന്നരം വായിച്ചു ശൗലിന്റെ ദുരാത്മ വഴി. ഇന്ന് പകൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്: ദൈവ പ്രവൃത്തി എങ്ങനെയെന്ന് നമുക്കറിയില്ല. ഈ ദിവസം നമ്മുടെ സഭയ്ക്കകത്ത് അനേക ടാലന്റുള്ള തലമുറകളെയും വ്യക്തി ജീവിതങ്ങളെയും എഴുന്നേൽപ്പിക്കുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വലിയൊരു പ്രഭാഷണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഏകദേശം പ്രസംഗിക്കണമെങ്കിൽ 1 മണിക്കൂറെങ്കിലും നമ്മുടെ മുമ്പിൽ ഉണ്ടാകണം. 12:30 നമ്മുടെ മീറ്റിംഗ് ആശീർവാദം പറയണമല്ലോ. വേഗത്തിൽ നമ്മൾ വായിക്കുവാൻ പോകുന്ന 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ് നമ്മുടെ ചിന്തയിലേക്ക് പോകുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ് നമ്മുടെ ചിന്തയിലേക്ക് നാം വേഗത്തിൽ പോകുന്നു. വായിച്ചാട്ടെ. 2 രാജാക്കന്മാരുടെ പുസ്തകം. കുഴപ്പിക്കല്ലേ. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി ഏലീശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചുപോയി. നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാരൻ എന്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഏലീശ അവളോട് ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? പറക. വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. ഒരു ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്ന് അവൾ പറഞ്ഞു. അതിന് അവൻ, നീ ചെന്ന് നിന്റെ അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക. പാത്രങ്ങൾ കുറവായിരിക്കരുത്. പിന്നെയും നീയും നിന്റെ മക്കളും അകത്ത് കയറി വാതിലടച്ച് പാത്രങ്ങളിലൊക്കെയും പകർന്ന് നിറഞ്ഞത് ഒരു ഭാഗത്ത് മാറ്റിവെക്കുക എന്ന് പറഞ്ഞു. അവൾ അവനെ വിട്ടു ചെന്ന് തന്റെ മക്കളോടുകൂടെ അകത്ത് കടന്ന് വാതിലടച്ചു. അവർ അവളുടെ അടുക്കൽ പാത്രങ്ങളെ വെച്ചു കൊടുക്കുകയും അവൾ പകരുകയും ചെയ്തു. പാത്രങ്ങൾ നിറഞ്ഞ ശേഷം അവൾ തന്റെ മകനോട്, ഇനിയും പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അവൻ അവളോട്, പാത്രം ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എണ്ണ നിന്നുപോയി. അവൾ ചെന്നു ദൈവപുരുഷനോട് വസ്തുത അറിയിച്ചു. നീ പോയി എണ്ണ വിറ്റു കടം വീട്ടി ശേഷിപ്പ് കൊണ്ട് നീയും മക്കളും ഉപജീവനം കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. മതി. ഇത് നമുക്ക് നല്ലവണ്ണം അറിയാവുന്ന ഭാഗങ്ങളാണ്. പരിശുദ്ധാത്മാവ് ഇന്നു പകൽ എന്റെ ഹൃദയത്തിൽ തന്ന ചിന്ത ഇതാണ്. നമുക്കറിയാം, ഏലീശ പ്രവാചകനെ കുറിച്ചാണ് നാം വായിച്ചത്. ഏലിയാവിന്റെ പിൻഗാമിയാണ് ഏലീശ. ഒത്തിരി ശുശ്രൂഷകൾ ചെയ്തതായി നമുക്ക് വിശുദ്ധ ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്. യോർദാനെ പുതപ്പ് കൊണ്ട് മടക്കി അടിച്ച് അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞ്
അതുപോലെ പിന്നെ നമ്മൾ കാണുന്നത് ഒരു പട്ടണത്തിലെ ഇരിപ്പ് മനോഹരമാണ്. പക്ഷേ അവിടെ പ്രഗ്നന്റ് ആയ സ്ത്രീകൾ അവിടുത്തെ കിണറ്റിന്ന് വെള്ളം കോരി കുടിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾ അപർശനായി പോകും, ഇല്ല എങ്കിൽ മരിച്ചു പോകും. എലീശ ഒരു പുതിയ തളികയെടുത്ത് അതിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് അത് ആ ഉറവയിൽ കൊണ്ട് ഇട്ട് പിന്നെ ആ വെള്ളത്തിന്റെ മരണത്തിന്റെ കെട്ടിനെ മാറ്റിയിട്ട് പിന്നെ ഉണ്ടായ കുഞ്ഞുങ്ങൾ ആരും അവർഷനായി പോകുവാൻ സമ്മതിച്ചില്ല. ഇത്രയും വലിയ ശുശ്രൂഷ ചെയ്ത എലീശ ഒരു സുപ്രഭാതത്തിൽ ശുശ്രൂഷ അവസാനിച്ച് തന്നിലേൽപ്പിച്ച ദൗത്യം പൂർത്തീകരിച്ച് താൻ നിത്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വിശുദ്ധ ബൈബിൾ നമ്മൾ കാണുമ്പോൾ വലിയ പ്രവാചകന്മാരുണ്ട്, ചെറിയ പ്രവാചകന്മാരുണ്ട്. ഇവിടെ തന്റെ ഭാര്യ പറയുന്ന ഒരു കാര്യം ഇതാണ്: എന്റെ ഭർത്താവ് മരിച്ചുപോയി. രണ്ട്, ആ മനുഷ്യനൊരു ദൈവഭക്തനായിരുന്നു, പക്ഷേ മരണം സംഭവിച്ചു. പക്ഷേ ബാധ്യത തലയ്ക്ക് മീതെ നിന്നു. ഈ ഭാഗത്തെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ ഈ എലീശയെ സൂചിപ്പിക്കുന്ന കർത്താവിനെയാണ്. ഈ എലീശയെ സൂചിപ്പിക്കുന്ന കർത്താവിനെയാണെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ പറയുന്ന ഒരു കാര്യം ഇതാണ്: നിന്റെ ദാസനായിരിക്കുന്ന എന്റെ ഭർത്താവ് മരിച്ചുപോയി, നിന്റെ ദാസൻ ഒരു ദൈവഭക്തനായിരുന്നുവെന്ന് നിനക്കറിയാമല്ലോ. അപ്പൊ പുള്ളിയുടെ പ്രസംഗത്തിൽ മാത്രമല്ല പുള്ളി ഒരു ഭക്തനായി മാറിയത്, വീട്ടിലുള്ളവർ പുള്ളി അംഗീകരിക്കുവാൻ തയ്യാറായി. അതൊരു ഭയങ്കര ഒരു പ്ലസ് പോയിന്റ് ആണ്. രണ്ട്, ഈ പുള്ളിയുടെ പ്രസംഗവും ഈ പുള്ളിയുടെ ചലനങ്ങളും പുറത്തെ പ്രസംഗം പോലെ വീടിനകത്തു ജീവിതമുണ്ടോ എന്ന് ഭാര്യ ശ്രദ്ധിക്കുവാൻ തുടങ്ങി. പറയുക, ഈ മനുഷ്യൻ എന്റെ ഭർത്താവ് സത്യമാ, പക്ഷേ അന്നപ്പോ തന്നെ നിനക്ക് വേണ്ടി പ്രയോജനപ്പെട്ട ഒരു ദൈവ വേദന. ഇവിടെ വായിക്കുന്നത് എങ്ങനെയാണ്: പ്രവാചകന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായിരിക്കുന്ന എന്റെ ഭർത്താവ് മരിച്ചുപോയി, നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നുവെന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാർ രണ്ടു മക്കളെ പിടിച്ചു അടിമകളാക്കുവാൻ എന്ത് ചെയ്തു വന്നിരിക്കുന്നുവെന്ന് പറയുകയാണ്. അവിടെ നമ്മൾ കാണുന്ന ഒരു ഭാഗം ഇതാണ്: ഈ ശുശ്രൂഷകൻ ശക്തമായ ശുശ്രൂഷ ചെയ്യുമ്പോഴും വീടിനകത്ത് ബാധ്യതയുണ്ട്, പ്രശ്നങ്ങളുണ്ട്, ജീവിതത്തിൽ ഒത്തിരി പ്രതികൂലങ്ങളുണ്ട്. പക്ഷേ പബ്ലിക്കിൽ താൻ പ്രസംഗിക്കുമ്പോഴും വീടിന്റെ അകത്ത ബാധ്യതയെ കുറിച്ചുള്ള ചിന്തയില്ലാതെ താൻ പോയി. ഇന്നലെ ഞാനൊരു ദൈവദാസന്റെ കനാപ്പുറ ദൈവദാസന്റെ ഒരു അഭിമുഖം ഞാൻ കണ്ടു യൂട്യൂബിന്റെ അകത്ത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. പക്ഷേ സുവിശേഷ വേലയ്ക്ക് വേണ്ടി തൃശ്ശൂരോ ഈ ഭാഗത്തൊക്കെ പരസ്യവും ട്രാക്ട് വിതരണമായിട്ടൊക്കെ അദ്ദേഹം പോയി. പക്ഷെ അദ്ദേഹം തന്നെ തിരിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്: പിള്ളേരെ എല്ലാം ഓർക്കുക, ഭാര്യയുടെ കയ്യിലേക്ക് പുള്ളി ശുശ്രൂഷയ്ക്ക് പോകും, ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞു. പക്ഷേ കുഞ്ഞുങ്ങളെ ആരാ പഠിപ്പിക്കുവാൻ അദ്ദേഹത്തിന് പറ്റിയില്ല. ലാസ്റ്റ് കുഞ്ഞുങ്ങളെ 28 26 29 വയസ്സുള്ള കുഞ്ഞുങ്ങൾ ലാസ്റ്റ് കൂലിപ്പണിക്ക് ഇറങ്ങേണ്ട ഗതികേട് വന്നു. അപ്പൊ വീട് ശ്രദ്ധിക്കാതെ നാട് നന്നാക്കിയിട്ട് കാര്യമില്ല. ഒരു ഭാഗത്ത് നല്ല ഗുണം താൻ ഭക്തൻ ചെയ്യുമ്പോൾ മറുഭാഗത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ താൻ ശ്രദ്ധിക്കാതിരുന്നത് കൊണ്ട് ആ വീടിന്റെ അകത്ത് വന്ന അപകടം വലുതായിരുന്നു. പക്ഷേ ഒന്ന് ഞാൻ പറയാം, പക്ഷേ ദൈവം നീതിമാനായതുകൊണ്ട്, വിശ്വസ്തനായതുകൊണ്ട്, ദൈവത്തിന് വേണ്ടി നിന്നതുകൊണ്ട് ആ കടഭാരത്തെ എലീശ പ്രവാചകൻ ഇടിവിൽ നിന്നുകൊണ്ട് ആ കടഭാരത്തെ മാറ്റുന്ന ഭാഗമാണ് വിശുദ്ധ ബൈബിൾ നമ്മൾ പ്രഖ്യാപിക്കുന്നത്. രണ്ടാമത്തെ കാര്യം നമ്മൾ ഇതാണ് കാണുന്നത്: കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ടുപോകുവാനാണ് കടക്കാർ വന്നത്. ഇയ്യോബിന്റെ പുസ്തകം 24-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു ഭാഗം എങ്ങനെയാണ്? ഇയ്യോബിന്റെ പുസ്തകം 24-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം ഒന്ന് വേഗത്തിൽ ഒന്ന് വായിക്കാമല്ലോ. അനാഥന്മാരുടെ കഴുതകളെ കൊണ്ടുപോകുന്നു. അടുത്ത പിന്നെ നമ്മൾ മതി, വിധവിയുടെ കാള എന്ത് ചെയ്യുന്നു? പണയം വാങ്ങുന്നു. സാധാരണ ചെയ്യേണ്ട കാര്യം ഇതാ: ഒന്നെങ്കിൽ
ഭർത്താവ് വെച്ചിരിക്കുന്ന കടത്തിന് കടക്കാർ ചെയ്യുന്ന ഫർണിച്ചർ എടുത്തോണ്ട് പോകാം, വാഹനങ്ങളുണ്ടെങ്കിൽ അതെടുത്തോണ്ട് പോകാം. പക്ഷേ ഈ രണ്ടു മക്കളെ പിടിച്ച് അടിമയായി കൊണ്ടുപോകാൻ കാരണം ഒറ്റ കാര്യമുള്ളൂ: അപ്പന്റെ ശുശ്രൂഷ തലമുറയിൽ പകരാതിരിക്കുവാൻ, ശുശ്രൂഷയെ ബ്ലോക്ക് ചെയ്യുവാൻ. കടക്കാർ വന്നപ്പോൾ ഓർക്കുക, തലമുറകളെ വിട്ടുകൊടുക്കാതെ അപ്പൻ ചെയ്ത ശുശ്രൂഷ തലമുറകളെ ഏറ്റെടുക്കുവാൻ വേണ്ടി അമ്മ ഏലീശ പ്രവാചകന്റെ മുമ്പിൽ മുട്ടുമടക്കിയെങ്കിൽ ഇന്ന് പകൽ ശത്രുവിന് ആവശ്യം ഇന്ന് പകലൊക്കെ കടം മാറുന്നതല്ല. നിന്റെ വീടിനകത്ത് ഇന്ന് പകലക്കാല അപ്പൻ ചുമന്ന അഭിഷേകം തലമുറകൾ കൈമാറാതിരിക്കുവാൻ, അവരത് ഏറ്റെടുക്കാതിരിക്കുവാൻ, അവർ ദേശത്തിന്റെ ശക്തികളെ പൊരുതി ജയിക്കാതിരിക്കുവാൻ, അതോടുകൂടി വീടിന്റെ അകത്തെ ആരാധന കെടുത്തുവാൻ ശത്രു അവന്റെ വീട്ടിലേക്ക് ഓടി വന്നപ്പോ ആ മാതാവ് ചെയ്തത് തലമുറയെ വിട്ടുകൊടുക്കാതെ ഏലീശ പ്രവാചകന്റെ മുമ്പിലേക്ക് ഓടിച്ചെന്ന് തന്റെ പരാതികൾ വിളിച്ചു പറയുവാനിടയായി മാറി. അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്: കടക്കാർക്ക് കടമല്ല വിഷയം. ആടുമാടുകളുണ്ടെങ്കിൽ കൊണ്ടുപോകാം, ഫർണിച്ചർ ഉണ്ടെങ്കിൽ ഇറക്കി കൊണ്ടുപോകാം. പക്ഷേ അവർക്ക് ഈ തലമുറയെ മതി, ആ തലമുറകളെ മതി എന്ന് പറഞ്ഞാൽ അപ്പന്റെ ശുശ്രൂഷ കൈമാറുന്ന ഒരു അവസ്ഥയിലേക്ക് വരരുത്. അപ്പൻ ചുമന്ന ഏതേ അഭിഷേകമാണ് അതേ തലത്തിലേക്ക് തലമുറകൾ വരാതിരിക്കുവാൻ ദേശത്തിന്റെ ശക്തികളെ ഓർക്ക്, അതിന്റെ അടിത്തറകളെ, അതിന്റെ സിംഹാസനത്തെ പിതാവ് ഇളക്കി മാറ്റിയപ്പോൾ, ശത്രുവിന് ഭയമായപ്പോൾ മനസ്സിലായി അപ്പൻ ചുമന്ന അഭിഷേക തലമുറകളെ ഏറ്റെടുത്ത രാജ്യത്തെ കീഴ്മേൽ മറിക്കുമെന്ന്, അനേക സിംഹാസനങ്ങൾ പൊളിയുമെന്ന്, ശത്രുവിന്റെ പാളയത്തിനൊരു പ്രകടമാവുന്ന മനസ്സിലായിട്ട് മുന്നമേ കണ്ടുകൊണ്ട് മക്കളെ അടിമപ്പെടുത്തുവാൻ വേണ്ടി കടക്കാർ ആ വീടിനകത്തേക്ക് ഓടി വരുവാനിടയായി മാറി. പക്ഷേ ഏലീശ പ്രവാചകൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: നിന്റെ വീട്ടിൽ എന്തുണ്ട്? ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നുമില്ല. ഈ എണ്ണയെ സൂചിപ്പിക്കുന്നത് അഭിഷേകത്തെയാണ്. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്ന ഭാഗം ഇങ്ങനെ വായിക്കേണ്ട, അതിങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. സങ്കീർത്തനത്തിലാണ് നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: എന്റെ തല എന്നുകൊണ്ട് അഭിഷേകം ചെയ്യുന്നു. അഭിഷേകം ശിരസിലുള്ള ഒരു വ്യക്തിയുടെ അടുക്കലേക്ക് ഓടിയെത്തുവാൻ ശത്രുവെന്ന് ഭയപ്പെടും, ഒന്ന് അറയ്ക്കും. കാരണം ചുമക്കുന്നത് ടെൻഷനല്ല, ചുമക്കുന്നത് രോഗമല്ല, ചുമക്കുന്നത് അഭിഷേകമാണെങ്കിൽ ഇന്ന് പകൽ ഈ വിശുദ്ധ ആരാധനയിൽ ഇന്ന് പകലക്കാലം നീ രോഗം ചുമക്കുന്ന വ്യക്തിയായി മാറരുത്, കടഭാര ചുമക്കുന്ന വ്യക്തിയായി മാറരുത്, തലമുറകൾ ഓർത്ത് ഭാരപ്പെടുന്ന വ്യക്തികളായി മാറരുത്, കടത്ത് ഓർത്ത് വ്യാകുലപ്പെടുന്നവരായി മാറരുത്. ഇന്ന് പകലക്കാലം കൈമാറ്റ ശുശ്രൂഷയുടെ അഭിഷേകം ഇന്ന് പകൽ നിന്റെ ശിരസിലുണ്ടെങ്കിൽ നിന്നെ ഉടച്ചു കളയുവാൻ ഉലകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. അവള് പറഞ്ഞ ഒരു കാര്യമുണ്ട്: ഭർത്താവ് മാറ്റപ്പെട്ടാലും, ഈ രണ്ടു തലമുറയുടെ അപ്പ മാറ്റപ്പെട്ടാലും വീടിനകത്ത് ആരാധനയ്ക്കൊരു കുറവുമില്ല, അഭിഷേകത്തിനൊരു കുറവുമില്ല, ദൈവ സാന്നിധ്യത്തിനും ഒരു കുറവുമില്ല. ഇന്ന് പകലക്കൽ ലോകത്തിലുള്ളവർ മാറ്റപ്പെട്ടു പോയാല്, കൂടെ ഇരിക്കുന്നവർ ഇന്ന് പകലക്കൽ മൺമറഞ്ഞു പോയാല്, പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു പോയാലോ, വീടിനകത്ത് ഇന്ന് പകലക്കല് ശത്രുവിന് ഇന്ന് പകലക്കാലോ ഒരു സങ്കേതമാക്കി മാറ്റാതെ ഇന്ന് പകലക്കല തിരിച്ചറിയുക, പ്രാർത്ഥന ഗോപുരമുള്ളവരായി പുറത്തു വരുവാൻ തയ്യാറാകണം. വീട്ടിലൊന്നുമേ കടമാണെങ്കിലും രോഗമാണെങ്കിലും നിന്നയാണെങ്കിലും, പക്ഷേ ആരാധന കൈമുതലായി മാറണം. വീട്ടിലെ അമ്മ വീട്ടിൽ നല്ലത് പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. എന്റെ അമ്മയെ ഞാൻ കാണാറുള്ളത് പ്രാർത്ഥന റൂമിൽ പ്രാർത്ഥിക്കുകയും കരയുകയും. മനുഷ്യന്റെ മുമ്പിൽ കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ഓർക്കുക, ഒന്ന് പ്രയാസപ്പെടുമെന്നല്ലാതെ പ്രാർത്ഥനയുടെ തുടക്കം മുതൽ അവസാനം വരെയും കരയുക. പക്ഷേ ഒന്ന് ഞാൻ പറയാ, ആ പ്രാർത്ഥനയുടെ ചിറക് അറ്റുപോയാലോ ഓർക്കുക, ഞാൻ നിങ്ങൾ പ്രാർത്ഥനയിൽ പുറകോട്ട് പോകരുത്, ആരാധനയിൽ പുറകോട്ട് പോകരുത്. അവരുടെ ശുശ്രൂഷ കഴിഞ്ഞവരെ അക്കരെ നാട്ടിൽ ചെന്നുവെങ്കിൽ ഇന്ന് പകലക്കാലം ഞാൻ നിങ്ങൾ ജയിച്ചു കയറണമെങ്കിൽ പരിശുദ്ധാത്മാവെന്ന എണ്ണ ഇന്ന് പകലക്കാലം ഞാൻ നിങ്ങളെ ഏറ്റെടുത്തെങ്കിൽ മാത്രമേ ഈ ദിവസങ്ങൾ ഇന്ന് പകലക്കാലം ശത്രുവിന്റെ പാളയത്തിനകത്ത് നാം ഒരു പേടി സ്വപ്നമായി മാറുവാനിടയായി മാറത്തേയുള്ളൂ. പക്ഷേ എനിക്ക് അവിടെ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം ഇതാണ്: ഈ അമ്മയുടെ പുറകെ കുഞ്ഞുങ്ങളെല്ലാം പോയിരുന്നു പ്രാർത്ഥനയ്ക്ക്.
ഏലീശ പ്രവാചകൻ ഏത് വീട്ടിലാണോ ഇരിക്കുന്നത് ആ വീട്ടിലേക്ക് അമ്മയെ പറഞ്ഞു വിട്ടെന്നല്ല, അമ്മയുടെ കൂടെ ഓർക്കുക ഈ മക്കളും കടന്നു പോകുവാനിടയായി മാറി. ഓർക്കുക, അമ്മയ്ക്ക് വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലെങ്കിലും ഓർക്കുക, അമ്മയ്ക്ക് നല്ല ആത്മകാഴ്ചയുള്ള സ്ത്രീയായിരുന്നു. ഓർക്കുക, തന്റെ പരാതി പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞില്ല, തന്റെ പരാതി ബോസിന്റെ അടുത്ത് പറഞ്ഞില്ല, തന്റെ പരാതി സഭയിലെ പാസ്റ്ററിന്റെ അടുത്ത് പോയില്ല. അഭിഷേകമുള്ളവന്റെ മുമ്പിൽ ഷെയർ ചെയ്യുവാൻ തയ്യാറായപ്പോ അതിനൊരു പോവഴി അഭിഷേകൻ പറഞ്ഞു കൊടുത്തുവെങ്കിൽ ഇന്ന് പകലക്കാല മാനുഷ്യ ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനത്താൽ ഇന്ന് പകലക്കാല എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ കരുത്തിന് മുമ്പിൽ ഇന്ന് പകലക്കാല തുറന്നു പറയുന്ന ഒരു വ്യക്തി ജീവിതങ്ങളായി ഞാൻ നിങ്ങളും ഇന്ന് പകലക്കാല പുറത്തു വരുവാൻ ഞാൻ നിങ്ങളും തയ്യാറാകണം. നമ്മുടെ പ്രശ്നങ്ങൾ നാട്ടുകാരോടല്ല പറയേണ്ടത്, നമ്മുടെ പ്രശ്നങ്ങൾ വീട്ടുകാരോടല്ല പറയേണ്ടത്, നമ്മുടെ പ്രശ്നങ്ങൾ ഇതുപോലെ അഭിഷക്തന്മാരോട് പറയണം, പ്രാർത്ഥിക്കുന്നവരോട് പറയണം, തീരുമാനമെടുക്കുന്നവരോട് പറയണം. ഏലീശ പ്രവാചകന്റെ വീട്ടിൽ വന്നപ്പോൾ ഈ രണ്ടു മക്കളും കൂടെ വന്നു. അവർക്ക് മനസ്സിലായി ഞങ്ങൾക്ക് 10-16 വയസ്സുണ്ട്, 16 വർഷത്തെ അറിവ് കൊണ്ട് ഓർക്കുക, 16 വർഷത്തെ അറിവേ എനിക്കുള്ളൂ. പക്ഷേ എന്റെ അമ്മയുടെ കട്ടി പഠനം എനിക്കുണ്ടാകാം, ശരീരത്തിന് തൂക്കം എനിക്കുണ്ടാകാം, ഹൈറ്റിൽ വലിയ വ്യക്തിയായിരിക്കും ഞാൻ. പക്ഷേ ഒന്ന് ഞാൻ പറയാ, അമ്മയുടെ ഒപ്പം എക്സ്പീരിയൻസ് ഈ കുഞ്ഞുങ്ങൾക്കില്ലായിരുന്നു. അവർക്ക് മനസ്സിലായി എന്റെ അമ്മ ഒരു പ്രാർത്ഥിക്കുന്നവളായതുകൊണ്ട്, എന്റെ അമ്മ ദൈവമുഖത്തേക്ക് നോക്കുന്നവരായതുകൊണ്ട് എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്റെ അമ്മ ഒരിക്കലും എനിക്ക് ദോഷമൊന്നും പറയത്തില്ല. എന്റെ അമ്മ എനിക്കൊരിക്കലും എന്റെ ജീവിതത്തിൽ നശിച്ചു പോകുന്ന വാക്ക് പറയത്തില്ലെന്ന് മനസ്സിലായിട്ട് അമ്മയുടെ ഉപദേശം ആ കുഞ്ഞുങ്ങൾ സ്വീകരിക്കുവാൻ തയ്യാറായി. ഈ പുസ്തകത്തിൽ 2 കാര്യമുണ്ട്. ഒന്ന്, ഇതിനകത്ത് ആത്മീയതയും പഠിക്കണം. 2, ഇതിനകത്ത് ഭൗതികതയുമുണ്ട്. നമ്മുടെ മാതാപിതാക്കളുടെ തട്ടിക്കേറുന്ന കുഞ്ഞുങ്ങളെ അല്ല ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നത്. പഠിപ്പുണ്ടാകാം, മാതാവിന്റെ കാട്ടി പിതാവിന്റെ കാട്ടി നല്ല അറിവുണ്ടാകാം, എല്ലാം നമുക്കുണ്ടാകാം. പക്ഷേ അവരൊപ്പം നമുക്ക് അവരുടെ ഒപ്പം നമുക്ക് ഓടുവാൻ കഴിയില്ല. അവരോടൊപ്പം അവരെ പോലുള്ള അറിവ്, ലോകപരിജ്ഞാനം, അവരെ പോലുള്ള ജീവിത എക്സ്പീരിയൻസ് നമുക്കില്ലായിരിക്കാം. പക്ഷേ ഒന്ന് ഞാൻ പറയാം, എലീശയുടെ മുമ്പിൽ ചെന്ന് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. കടമാവാസ്ത്രേ ജീവിതത്തിൽ അവർക്ക് പുറത്തു വരുവാൻ കഴിയാതെ ബാധ്യതകൾ ഒത്തിരി നിൽക്കുക, കടക്കാർ വീടിന് ചുറ്റും നിൽക്കുക. പക്ഷേ ഏലീശ പ്രവാചകൻ പറഞ്ഞു, ഭാരപ്പെടണ്ട, ഒന്നും നിങ്ങൾ ചെയ്യണം, ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. കുഞ്ഞുങ്ങളുമായി വീടിനകത്ത് അല്പസമയം ഒട്ടുമടക്കി പ്രാർത്ഥിച്ചാൽ മതി. കാലിപാത്രങ്ങളെ നോക്കിക്കൊണ്ട് നിറയ്ക്കുവാൻ കഴിവുള്ള തൃക്കരം നിങ്ങൾക്ക് വേണ്ടി തുറക്കുമെന്ന് ഉറപ്പിന്റെ വാക്യം കൊടുത്തപ്പോൾ മുട്ടുമടക്കി വീടിനകത്ത് കാവാതലടച്ച് ഹൃദയ കണ്ണുകൾ തുറന്നുകൊണ്ട് ആത്മാർത്ഥതയോട് അമ്മയും കുഞ്ഞുങ്ങൾ മുട്ടുമടക്കി പ്രാർത്ഥിച്ചുവെങ്കിൽ ഇന്ന് പകൽ എത്ര പേർക്ക് ബോധ്യമുണ്ട്, പ്രാർത്ഥന ജീവിതത്തിൽ നിന്നെ നിരാശപ്പെടുത്തത്തില്ല, പ്രത്യാശ നിന്റെ ജീവിതത്തിൽ ഭംഗം വരുത്തത്തില്ല. ഇന്ന് പകലൊക്കെ ശൂന്യകരങ്ങളെ നോക്കിക്കൊണ്ട്, വീടിന്റെ അവസ്ഥകളെ നോക്കിക്കൊണ്ട്, കടഭാരത്തെ നോക്കിക്കൊണ്ട് ഇന്ന് പകലൊക്കെ അല്പസമയം വീടിനകത്ത് ഇന്ന് പകൽ തലമുറകളുമായി മാതാപിതാക്കൾ മുട്ടുമടക്കി പ്രാർത്ഥിച്ചാൽ ഇന്ന് പകലൊക്കെ ഉയരത്തിലെ കിളിവാതിൽ തുറന്നു പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങളെ ചെയ്യുവാൻ നമ്മുടെ കർത്താവ് ശക്തനാണ്. എലീശ പ്രവാചകൻ പറഞ്ഞു, ഇടുങ്ങിയ ചിന്താഗതികൾ മാറണം. രക്ഷിക്കപ്പെട്ട വ്യക്തികൾക്ക് ഇടുങ്ങിയ ചിന്താഗതി പാടില്ല. പറഞ്ഞ് പാത്രങ്ങൾ കുറവാകരുത്. വീട്ടിലെ പാത്രങ്ങൾ മാത്രം പോരാ, അയൽപക്കത്തുള്ള വീട്ടിലെ പാത്രങ്ങൾ കൂടെ ശേഖരിക്കണം. അതിനുശേഷം നിറവുള്ള പാത്രമല്ല, കാലിപാത്രങ്ങളാ. എന്തിനങ്ങനെ പറഞ്ഞത്? അവർ തന്ന നിനക്ക് അളന്നു തരോ, അളക്കാതെ തരുന്ന ഒരുവനുണ്ട്. അവൻ നിറച്ചെങ്കിൽ മാത്രമേ, അവൻ തന്നെങ്കിൽ മാത്രമേ നിങ്ങളുടെ പരാതികൾ മാറത്തുള്ളൂ, നിങ്ങളുടെ സാഹചര്യത്തിന് മാറ്റമുണ്ടാകത്തുള്ളൂ, നിങ്ങളുടെ അവസ്ഥകൾക്ക് ഭേദമുണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് പറയുകയാണ്, വിശാലതകൾക്ക് കുറവ് വരരുത്, ചിന്താഗതികൾക്ക് കുറവ് വരരുത്, സ്വപ്നങ്ങൾക്ക് കുറവ് വരരുത്, ലക്ഷ്യങ്ങൾക്ക് കുറവ് വരരുത്. പാത്രങ്ങൾ അധികമാകണമെന്ന് അവർക്ക് ബുദ്ധി പറഞ്ഞു കൊടുക്കുകയാണ്. രക്ഷിക്കപ്പെട്ട ഒരു ദൈവം എന്റെ ജീവിതത്തിൽ അതായിരിക്കണം. പുൻകുന്നം പട്ടണത്തിൽ കൂടെ മാത്രം കറക്കരുത്. 2 പേരെ കൊണ്ട് ആയുഷ്കാലം മാത്രം ഇരിക്കുവാൻ ആഗ്രഹിക്കരുത്. സഭയ്ക്ക് വർധനവുണ്ടാകണം, ആത്മാക്കൾ ഉണ്ടാകണം, ബിസിനസ് മേഖലകൾ അനുഗ്രഹിക്കപ്പെടണം, ജോലി തലങ്ങൾക്ക് മാറ്റം ഉണ്ടാകണം, തലമുറ മുന്നേറ്റങ്ങൾ ഉണ്ടാകണം. പക്ഷേ ഒന്ന് ഞാൻ പറയാ, മനുഷ്യരിൽ ആശ്രയിച്ച നീ ഭാരപ്പെടൂ, പരാജയപ്പെടും. പക്ഷേ ശൂന്യതയിൽ നിന്നുകൊണ്ട് ഇന്ന് പകലക്കാല അല്പസമയം പായിട്ട് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച നിന്റെ പ്രാർത്ഥന റൂമിൽ ഇറങ്ങി
ഇറങ്ങി വന്ന് മകന് മകളെ കരയണ്ട എന്ന് പറഞ്ഞ് നിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ നീ സേവിക്കുന്ന ദൈവത്തിന് കഴിയുമെങ്കിൽ ഇന്ന് പകലക്കല തിരിച്ചറിയുക. ദൈവത്തിനൊന്നും ഇന്ന് പകലക്കല അസാധ്യമാവുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് തിരിച്ചറിയുക, ദൈവത്തിന് സർവ്വതും സാധ്യമാണ്. നമുക്കറിയാം ബൈബിൾ ഇങ്ങനെ ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. 5 യവത്തപ്പത്തെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. യേശുവിന്റെ സുവിശേഷ പ്രസംഗത്തിൽ ഓർക്കുക, മലകളിലും അതുപോലെ താഴ്വരകളും പ്രസംഗിച്ചപ്പോൾ, ഞാൻ പ്രസംഗിച്ചതുപോലെയല്ല, ഞാൻ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ വായിക്കോട്ടെ വിടാറുണ്ട്, ഇടയ്ക്ക് വാച്ച് നോക്കാറുണ്ട്, ചിലപ്പോൾ നിങ്ങളുടെ കാലുകൾ പ്രസംഗം ബോറായിട്ട് ഞാൻ പിന്നെ മനസ്സിലാക്കുന്നത്. പക്ഷേ യേശു 3-4 ദിവസം പ്രസംഗിച്ചിട്ട് ഇവരുടെ പൊക്കളാൻ പറഞ്ഞിട്ട് പോകത്തില്ല. പക്ഷേ അതിനകത്ത് നമ്മൾ കാണുന്ന യായിറോസ് എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ട്. യേശു ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിങ്ങൾ ഇവർക്ക് എന്ത് ചെയ്യണം? ഭക്ഷിക്കുവാൻ കൊടുക്കണം. പക്ഷേ അവിടെ പറയുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ്, ഒരു ബാലന്റെ കയ്യിൽ 5 അപ്പവും 2 മീനും അല്ലാതെ മറ്റൊന്നുമില്ല. അല്ലേ? അപ്പൊ നമ്മളൊന്ന് ചിന്തിക്കുക, ഒരു പൊട്ടത്തരം പറഞ്ഞ മനുഷ്യനാ. ഒരാൾ അവിടെ നിന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, 200 കാശുണ്ട്, 200 വെള്ളിക്കാശുണ്ട്. അപ്പൊ പറഞ്ഞ 200 വെള്ളിക്കാശ് കൊണ്ട് 5000 പേർക്ക് എങ്ങനെ കൊടുക്കും? പുരുഷന്മാരുടെ കണക്ക് മാത്രം പറഞ്ഞത്, സ്ത്രീകളുടെയും കുട്ടിയുടെയും കണക്ക് പറഞ്ഞിട്ടില്ല. അപ്പൊ ഒരുത്തിന് എഴുന്നേറ്റ് പറയുകയാണ്, ഉദാഹരണം ഞാൻ പറയാണ്, ഇന്ന് ഇവിടെ ഫുഡ് കൊടുക്കണം. സൂസനാലി എഴുന്നേറ്റ് പറയാം, പാസ്റ്റർ 200 രൂപയുണ്ട്. അപ്പൊ ഇവിടെ ഒരു 1000 പേരുണ്ടെന്ന് വെച്ചു. ഉടനെ ബെറ്റിയാൻ എവിടെ നിന്ന് പറയാ 200. അപ്പൊ ഞാൻ പറയാം, വേണ്ട, 200 ആണ് തികത്തില്ല. ബെറ്റിയാൻ പറയാം 10 രൂപ എന്ന് പറഞ്ഞു. അതുപോലെ ഒരു മണ്ടത്തരം പറയുന്ന ഒരാളുണ്ടോ? പറയാ 200 രൂപയ്ക്ക് തികയത്തില്ല. അന്നപ്പോൾ ബെറ്റിയാൻ ഇരുന്നിട്ട്, പക്ഷേ എന്റെ ഈ 10 രൂപ ഉണ്ട്. അപ്പൊ നമ്മൾ പറയും, ഈ ആന്റി ഒരു ബോധമില്ലാതെ സംശയം എന്ന് പറയുന്നത് പോലെ അവർക്ക് 200 വെള്ളിക്കാശ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും അതുകൊണ്ട് തികയത്തില്ലെന്ന് പറഞ്ഞിട്ട് കർത്താവ് അത് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഒരുത്തിന് എഴുന്നേറ്റ് പറയാ, 5 യവത്തപ്പമുണ്ട്, 2 മീനുമുണ്ട്. പക്ഷെ ഞാനൊന്ന് പറയാ, അവനെ നമ്മൾ കമ്മിറ്റിയിലെ ഓർക്കുക, ഒരു സംഘാടകരായിട്ട് എടുക്കത്തില്ല. അവനെ ഓർക്കുക, ഒരു സാമ്പത്തിക മേഖല അവനെ കൊണ്ടുവരത്തില്ല. നമ്മൾ എന്ത് ചെയ്യും? നമുക്കറിയാം, ഇവനെ ഫ്രണ്ട് സ്ഥാനത്ത് നിർത്താൽ പൊളിച്ച് കൈ തരും. നമ്മൾ എന്ത് ചെയ്യും? അവനെ എവിടെയെങ്കിലും ഒതുക്കും. പക്ഷെ ഞാനൊന്ന് പറയാ, മണ്ടത്തരം പറയുന്നവനെയാണ് ദൈവത്തിന് ആവശ്യം. ഓർക്കുക, ലോകം നിന്നെ മണ്ടനെന്ന് വിളിച്ചാല് അവരുടെ ഇടയ്ക്ക് നിന്റെ വാക്കിനെ സ്വീകരിച്ചിട്ട് ഓർക്ക, 5 യവത്തപ്പ് 2 മീനും കരത്തിലെടുത്ത് ഉന്നതത്തിലേക്ക് വാക്കി ഓർക്കുക പ്രാർത്ഥിച്ചപ്പോ 5 യവത്തപ്പത്തെയും 2 മീനെയും 5000 പേരെ പോഷിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ നിന്റെ മണ്ടത്തരത്തെയാണ് ദൈവത്തിന് ആവശ്യം, നിന്റെ ബുദ്ധിയില്ലായ്മയാണ് ദൈവത്തിന് ആവശ്യം. അതുകൊണ്ട് ഇന്ന് പകലക്കാലം തിരിച്ചറിയുക, ദൈവത്തിനൊന്നും അസാധ്യമല്ല. ദൈവത്തിന് ഇന്ന് പകലക്കാലം സർവ്വതും സാധ്യമെന്ന് വേണം ഞാൻ നിങ്ങൾ തിരിച്ചറിയുവാൻ. ഓർക്കുക, എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവർ കാലിപാത്രങ്ങൾ അയലോപക്കത്തുനിന്ന് എന്ത് ചെയ്തു? മേടിച്ചു. പരിസരവാസി. അപ്പൊ നമുക്ക് മനസ്സിലായി, ബന്ധുക്കോസിലേക്ക് പതുക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം ചിന്ത അയൽക്കാരോട് നമ്മൾ സഹകരിക്കില്ല. അത് ഏറ്റവും മണ്ടത്തരമാണ്. നമുക്ക് ഈ ലോകത്തോട് കടപ്പാടുള്ളത് ഇല്ലാത്തൊരൊറ്റ ദിവസമുള്ളൂ, കർത്താവ് വന്ന് പോയതിനു ശേഷം. നമ്മുടെ കുഞ്ഞുങ്ങൾ MLA യോ MP യോ കലക്ടറോ DSP ഒക്കെ ആക്കി, നല്ല കാര്യം, അതൊന്നും തെറ്റല്ല, എല്ലാം നമുക്ക് വേണം. അപ്പൊ അവർക്ക് രക്ഷിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്ത് തീ പോലെ പാറുന്ന ശുശ്രൂഷ. എലീശ പ്രവാചകൻ പുതപ്പ് എടുത്ത് അടിക്കുന്നു, യോർദാൻ 2ആയി മാറുന്നു. ഭയങ്കര ശുശ്രൂഷ ചെയ്തു. പക്ഷേ സമൂഹമായിട്ട് നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. അത് ഹൈന്ദവരാകട്ടെ, മുസ്ലിമാനാകട്ടെ, നിരീശ്വരവാദികളാകട്ടെ, ആരുമാകട്ടെ, സമൂഹമായിട്ട് നല്ല ബന്ധം നമുക്കുണ്ടാകണം. അതിൽ നിന്നൊക്കെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കുവാനുണ്ട്. അവരോടൊക്കെ ചെയ്ത് എന്ത് ചെയ്തു? പാത്രം വാങ്ങി. ഈ പാത്രം ഓർക്കുക, ഈ വീടിനകത്ത് അവർ നിരത്തി വെച്ചു. അതിനുശേഷം എന്ത് ചെയ്തു? വീടിന്റെ ഡോർ അടച്ചു. പിന്നെ അവരുടെ ആദരം അടച്ചില്ല, അവർ ആദരം തുറക്കുവാനിടയായി മാറി. ഒന്ന് ഞാൻ പറയാ, ഹന്നായോട് ചോദിച്ചാൽ പറയാ, പ്രാർത്ഥന വിഷയം എനിക്ക് തലമുറയില്ലാത്തത്, പക്ഷേ വർഷങ്ങളായി എന്റെ ഉദരം അടച്ചു വെച്ചിരിക്കുക. പക്ഷേ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, പ്രാർത്ഥിക്കുന്നവന് ആദരം തുറന്നപ്പോൾ ദൈവമോട് ഉദരം തുറന്നുവെങ്കിൽ ഇന്ന് പകൽ എത്ര പേർക്ക് ബോധ്യമുണ്ട്? നിന്റെ കയ്യിലൊന്നുമില്ലായിരിക്കാം, നിന്റെ കലത്തിലൊന്നുമില്ലായിരിക്കാം, നിന്റെ കുടുംബത്തിനകത്ത് ഒരു സാഹചര്യം നിന്റെ ജീവിതത്തിലില്ലായിരിക്കാം. പക്ഷേ ഇന്ന് പകലക്കാലം ആരാധന കൈവിടാതെ, പ്രാർത്ഥന കൈവിടാതെ, ദൈവമായിട്ടുള്ള ബന്ധം കൈവിടാതെ, ശൂന്യതയുടെ മുമ്പിൽ ഇന്ന് പകലക്കാലം മുട്ടുമടക്കുവാൻ പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ ദൈവം അതിനകത്ത് ഒരു നിറവ് തരുവാൻ എന്റെ കർത്താവ് ശക്തനാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഈ 2 കുഞ്ഞുങ്ങളും
അമ്മയും കൂടെ ചേർന്നുള്ളൊരു പ്രാർത്ഥന. അവർക്ക് മുമ്പിലിരിക്കുന്ന പാത്രം കാലിപ്പാത്രം, അമ്മയുടെ കരം ശൂന്യം. പക്ഷേ ഒന്ന് നമ്മളിവിടെ കാണുന്നത്, ഒരു പ്രവാചകന്റെ വാക്ക് കേട്ട് അനുസരിക്കുവാൻ തയ്യാറായി. ഇന്ന് പകൽ ഓർക്കുക, വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനം ഇങ്ങനെയാണ്: അനുസരിക്കുന്ന യാഗത്തെക്കാൾ ശ്രദ്ധിക്കുന്ന മുട്ടാടിന്റെ മേധസ്സിനേക്കാൾ നല്ലതെന്ന് പറയുന്നത് പോലെ പ്രസംഗത്തിലല്ല ദൈവം ഇറങ്ങി വരുന്നത്. നിന്നോട് ദൈവം എന്താണോ കൽപ്പിച്ചത്, ദൈവം നിന്നോട് എന്താണോ ആലോചന പറഞ്ഞത്, നിനക്ക് പ്രസംഗിക്കുവാൻ അറിയത്തില്ലായിരിക്കാം, നിനക്ക് പ്രാർത്ഥിക്കുവാൻ അറിയത്തില്ലായിരിക്കാം. പക്ഷേ ഇന്ന് പകലക്കാലം അനുസരിക്കുവാൻ തയ്യാറായാൽ ഇന്ന് പകൽ നിനക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ എന്റെ കർത്താവ് ശക്തനാണെങ്കിൽ ഇന്ന് പകൽ തിരിച്ചറിയേ. ഇന്ന് പകലക്കാലം അനുസരണ ജീവിതത്തിൽ യാഗത്തെക്കാൾ വലുതാണെങ്കിൽ ഇന്ന് പകൽ തിരിച്ചറിയുക. അനുസരണ നമ്മുടെ ജീവിതത്തിന്മേൽ വർധനവിനെ കൊണ്ടെത്തിക്കുവാനിടയായി മാറും. അനുസരണമാണ്. ദൈവം പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യണം. ദൈവം പറയുന്ന കാര്യങ്ങൾ അതേപടി അനുസരിക്കണം. ഒരു പ്രവാചകൻ പറഞ്ഞു, വീടടയ്ക്കണം, 2 കുഞ്ഞുങ്ങളുമായി വീടിനകത്തിരുന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ നമ്മുടെ എല്ലാം ചിന്ത, ആള് കൂടിയാല് വിടുതൽ നടക്കാം, അങ്ങനെയൊന്നുമില്ല. അനുസരിക്കുന്ന ഒറ്റഗണം ഉണ്ടെങ്കിൽ നമ്മുടെ മതിയേ. പക്ഷെ ഓർക്കുക, 3 പേര് ഇരുന്ന് പ്രാർത്ഥിക്കുക. ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവ പ്രവൃത്തിയുടെ ചലനം നടക്കുക. അവരോട് പറയുകയാണ്, ദൈവ പ്രവൃത്തി നിങ്ങൾ കാണും. ഓർക്കുക, കാലി പാത്രങ്ങൾ എന്ത് ചെയ്യണം? നിറച്ചത് എന്ത് ചെയ്യണം? മാറ്റണം. അപ്പൊ നമ്മൾ മനസ്സിലായി, നിറവ് വന്നപ്പോൾ പുറത്തല്ല നിറവ് വന്നത്. ആദ്യത്തെ നിറവ് വീടിനകത്ത, ആദ്യത്തെ നിറവ് തലമുറയില, ആദ്യത്തെ വിടുതൽ ഭാര്യയിൽ ഭർത്താവില. അകത്ത് നിറവുണ്ടെങ്കിൽ മാത്രമേ പുറത്ത് പാനം ചെയ്യുവാൻ കഴിയത്തുള്ളൂ. ഇന്ന് പകൽ എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഇന്ന് പകലക്കാലം നാട് മൊത്തം ഇളക്കി പ്രസംഗിച്ചാല്, നാട് മൊത്തം വെട്ടിപ്പിടിച്ചാല്, അകത്ത് ഇന്ന് പകലക്കാലം നിറവിന്റെ അനുഭവമില്ലെങ്കിൽ, അകത്തൊരു ദൈവ സാന്നിധ്യത്തിന് ഇന്ന് പകലക്കാലം ഒഴുക്കില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് തിരിച്ചറിയുക, വീടിന്റെ അകത്താണ് ഒരു നിറവ് സംഭവിക്കേണ്ടത്. അകത്ത് നിറവ് സംഭവിച്ചപ്പോൾ പാത്രങ്ങളിൽ ഓർക്കുക, വെളിപാത്രങ്ങളിൽ ഓർക്കുക, പരിസരവാസികളിൽ നിന്ന് മേടിച്ച പാത്രങ്ങളിലേക്ക് എന്ത് ചെയ്തു? വീട്ടിലെ പാത്രം നിറഞ്ഞപ്പോൾ നാട്ടിലെ പാത്രത്തിലേക്ക് എണ്ണ പകരുവാനിടയായി മാറി. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്: നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നാട് നന്നാക്കുകയല്ല, ആദ്യം എന്ത് ചെയ്യണം? വീട് നന്നാക്കണം. അതുകൊണ്ടാണ് നിങ്ങൾ യെരുശലേമിലും യഹൂദിയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാണ്. ആദ്യം തുടങ്ങുന്നത് ശമരിയിലല്ല, ആദ്യം തുടങ്ങുന്നത് യെരുശലേമില. എന്ന് പറഞ്ഞാൽ നീ എവിടെയാണോ ജനിച്ചു വീണത്, ഏത് പഞ്ചായത്തിലാണ്, ഏത് വാർഡിലാണ്, ഏത് വീട്ടിലാണ്, അവിടെയാണ് ആരാധന തുടങ്ങേണ്ടത്, അവിടെയാണ് പ്രാർത്ഥന തുടങ്ങേണ്ടത്, അവിടെയാണ് മാറ്റം സംഭവിക്കേണ്ടത്, അവിടെയാണ് വിടുതൽ സംഭവിക്കേണ്ടത്. അവിടെ വിടുതൽ നടന്നാൽ പുറത്ത് 100% നീ ഒരു ഭക്തനാണ്, നീ ദൈവത്തിന്റെ ദാസനാണ്, നിന്നെ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുവാൻ കഴിയും. അതുകൊണ്ട് തിരിച്ചറിയ, ഈ ദിവസങ്ങളിൽ നാട്ടിലെ ഇന്ന് പകലക്കാല മാന്യതയല്ല നമുക്ക് വേണ്ടത്. വീടിന്റെ അകത്ത് ഒരു ദൈവ ഭക്തനെന്ന് വീട്ടിലുള്ളവർ തിരിച്ചറിയുവാൻ ഞാൻ നിങ്ങളും തയ്യാറാകണം. അതാണ് സുവിശേഷം എന്ന് പറയുന്നത്. അതാണ് വർത്തമാനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, വീട് ഭരിക്കാത്തവൻ എങ്ങനെ സഭ ഭരിക്കും? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്: വീടിന്റെ അകത്തെ ശുശ്രൂഷ, വീടിന്റെ അകത്തെ പ്രാർത്ഥന, നഷ്ടപ്പെട്ട പ്രാർത്ഥനയെ, നഷ്ടപ്പെട്ട അഭിഷേകത്തെ 3 പേർ നിന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ ദൈവ പ്രവൃത്തിയുടെ ചലനമെടുപ്പെടുവാനിടയായി മാറി, ദൈവിക വിടുതൽ സംഭവിപ്പാനിടയായി മാറി. പ്രാർത്ഥന കൊണ്ട് ഓർക്കുക, പാത്രങ്ങൾ മുഴുവൻ നിറഞ്ഞു. അതിനുശേഷം എലീശയോട് പറയുന്ന ഒരു കാര്യമുണ്ട്: പാത്രങ്ങൾ എല്ലാം നിറഞ്ഞു. പുള്ളി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഇനി പാത്രങ്ങൾ വല്ലതും ഉണ്ടോ? ഇല്ല. ആ സമയത്ത് എന്ത് ചെയ്തു? എണ്ണ നിന്നുപോയി. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്: പകരേണ്ടവൻ പകർന്നാൽ ദൈവം നമ്മുടെ ജീവിതത്തിലെ സ്ഥിതി മാറ്റും. പക്ഷേ കടം മാറുവാൻ വേണ്ടിയാണ് എലീശ പ്രവാചകന്റെ അടുത്ത് പോയത്. പക്ഷേ ഓർക്ക, ദൈവം അഡ്ജസ്റ്റ്മെന്റോടെ കാര്യങ്ങൾ ചെയ്ത ഒരാളല്ല. പിന്നെ അവിടെ പറയുന്ന ഒരു പ്രവചന ദൂതാണ്. വായിക്കണം, ഞാൻ വേഗത്തിൽ പറയാൻ പോവുകയാണ്. അത് വായിക്കണം. അതിങ്ങനെയാണ് വായിക്കുന്നത്: കടം എണ്ണ വിറ്റ് എന്ത് ചെയ്യണം?
കടം വീട്ടണം. 2, ശേഷിക്കുന്നത് കൊണ്ട് നീയും നിന്റെ തലമുറയും ഉപജീവിക്കണം. കടം മാത്രമല്ല മാറുന്നത് സ്നേഹിത, നിന്റെ തലമുറയ്ക്ക് വേണ്ടി നിനക്ക് വേണ്ടി കരുതുന്ന ഒരു നല്ല അപ്പൻ ഈ വിശുദ്ധ ആരാധന ഇറങ്ങി വന്നിട്ടുണ്ട്. ഇന്ന് അപ്പനോ അമ്മയും കരുതിയില്ലെങ്കിലോ രക്തബന്ധങ്ങൾ കരുതിയില്ലെങ്കിലോ നിനക്ക് വേണ്ടി കരുതുന്ന ഒരു നല്ല അപ്പൻ തലയ്ക്ക് മീതെ ഉണ്ട്. അതുകൊണ്ട് ഇന്ന് പകലക്കര തിരിച്ചറിയുക, കടക്കാർ നിന്റെ തലമുറകളെ പിടിച്ചുകൊണ്ട് പോകാതെ ദൈവത്തിന്റെ വാക്കിൽ നീ അനുസരിക്കുവാൻ തയ്യാറായപ്പോൾ നിനക്കും നിന്റെ തലമുറയ്ക്ക് വേണ്ടി ശേഷിപ്പിക്കൊണ്ട് ഉപജീവനം കഴിക്കുവാൻ ദൈവം കരുതിയെങ്കിൽ ഇതുപോലെ സ്നേഹിക്കുന്ന മറ്റൊരു ദൈവം ഈ ഭൂമി നമ്മുടെ മധ്യത്തിലില്ല. ആ ദൈവത്തിന്റെ കരുതൽ ഭയങ്കരമാ, ആ ദൈവത്തിന്റെ വിശ്വസ്തതകൾ ഭയങ്കരമാ, ദൈവത്തിന്റെ പ്രവൃത്തികൾ ഭയങ്കരമാ. ഏത് വീടിന്റെ പരിസരത്താണോ കടമുഖാന്തരം പുറത്തിറങ്ങുവാൻ കഴിയാതെ, ഏതോ ദേശത്താണോ നീ തലകുനിച്ചത്, അതേ വീടിനകത്തൊരു പ്രാർത്ഥനയുടെ സാന്നിധ്യം ഇറങ്ങുവാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിന്റെ കരം പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ചലിച്ചുവെങ്കിൽ ഇന്ന് പകൽ ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ദൂത് പറയുക, ആരോടൊക്കെയോ ദൈവാത്മാവ് ഇന്ന് പകലക്കാല കൈമാറ്റം ചെയ്യുക. ഇന്ന് പകലക്കാല കഴിവുകൊണ്ട് നീ കടം മാറ്റുവാൻ നീ ശ്രമിക്കരുത്, ബുദ്ധി കൊണ്ട് നിന്റെ പണഭാരത്തെ തള്ളി മാറ്റുവാൻ ശ്രമിക്കരുത്. ഇന്ന് പകലക്കാല ദൈവത്തിന്റെ വാക്കിന് മുമ്പിൽ ഇന്ന് പകലക്കാലം അനുസരിക്കുവാൻ തയ്യാറായ നീ കാണാത്ത ചിലത് നിനക്ക് വേണ്ടി ദൈവം കരുതുവാൻ ശക്തനാ. അതുകൊണ്ട് തിരിച്ചറിയുക, ദൈവത്തിന്റെ വാക്കിന് മുമ്പിൽ ഇന്ന് പകൽക്കാലം അനുസരിച്ച് മുട്ടുകുത്തുവാൻ ഞാനും നിങ്ങളും തയ്യാറാകണം. അവർ ആ വാക്കനുസരിക്കുവാൻ തയ്യാറായപ്പോൾ അവരുടെ ജീവിതത്തിലെ കടഭാരത്തെ ദൈവം എടുത്തു മാറ്റി. അവന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും പരിഹാര ദൈവം കൊടുത്തു. 2, നമ്മളിവിടെ കാണുന്നത് പിന്നെ ദേശത്ത് കടം വാങ്ങുവാൻ അനുവദിക്കാതെ ഉള്ളത് കൊണ്ട് ഉപജീവനം കഴിക്കുവാൻ ദൈവം ശേഷിപ്പ് ദൈവം വെച്ചുവെങ്കിൽ ഇന്ന് പകൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്: നമ്മുടെ നന്മകളെ നശിപ്പിക്കുന്ന വെട്ടിക്കിളികളെ ദൈവം ബ്ലോക്ക് ചെയ്തിട്ട് ഈ ദിവസങ്ങളിൽ ഇന്ന് പകൽ അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്തിറങ്ങുന്ന ചാറൻ മഴ പോലെ ദൈവ സാന്നിധ്യത്തിന്റെ കീഴിൽ, ദൈവിക പ്രാർത്ഥനയുടെ കീഴിൽ, പരിശുദ്ധാത്മാവിന്റെ ചാറൽ മഴയുടെ കീഴിൽ ഇന്ന് പകലക്കാലം എത്ര പേരെ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവസന്നി കരയുവാൻ തയ്യാറായ ഇന്ന് പകലക്കാലം നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി യോഗ്യമാകുന്ന ചിലത് എന്റെ കർത്താവ് ഇന്ന് പകലക്കാലം നിനക്ക് വേണ്ടി കരുതി നിന്നെ എത്തിക്കേണ്ട ഇടത്ത് അവൻ കൊണ്ടെത്തിക്കുവാൻ നമ്മുടെ കർത്താവ് ശക്തനാണ്. Glory, 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 glory. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്: മുട്ടുകുത്തണ്ടവന്റെ മുമ്പിൽ മുട്ടുകുത്തിയ, തുറന്ന് പറയേണ്ടവന്റെ മുമ്പിൽ നമ്മൾ പറയുവാൻ തയ്യാറായാൽ, കരയേണ്ടവന്റെ മുമ്പിൽ നാം നിലവിളിക്കുവാൻ തയ്യാറായാൽ, ഒരു അന്ധനെ പോലെയും ഒരു പൊട്ടനെ പോലെയും ചികിടനെ പോലെയും എന്റെ ദൈവം നിലനിൽക്കത്തിൽ. ഓർക്കുക, എന്തിനാണ് കഥ കടച്ച്? എന്തിനാണ് കഥ കടച്ച്? എന്തിനാണ് ഈ 3 പേരും ഇരുന്ന് കരഞ്ഞത്? എപ്പോഴും മനസ്സിലാക്കുക, നമ്മുടെ വീട്ടിലെ വേദന പോലെ കരയുന്നത് മറ്റൊരാൾ കാണില്ല. നമുക്ക് വേണേ ആളെ കൂട്ടാം, പ്രാർത്ഥനയ്ക്ക് ആളെ കൂട്ടാം, വീട്ടിലേക്ക് ഒത്തിരി പേരെ പ്രാർത്ഥനയ്ക്ക് വിളിക്കാം. പക്ഷേ ഒന്നും ഞാൻ പറയാം, ആ പ്രാർത്ഥനയ്ക്കകത്ത് റിസൾട്ട് നടക്കത്തില്ല. പക്ഷേ ആ വീട്ടുകാർ അനുഭവിക്കുന്ന വേദന നാട്ടുകാരോട് പറഞ്ഞാൽ അറിയില്ല, സഭയിലെ പാസ്റ്ററോട് പറഞ്ഞാൽ അറിയില്ല, ഇടത്തും വലത്തും മുമ്പിലും പുറകിലും ഇരിക്കുന്നവർ പറഞ്ഞാൽ അറിയത്തില്ല. പക്ഷേ അവരുടെ വേദന സമൂഹത്തിന് മുമ്പിൽ പറയാതെ, വ്യക്തിത്വങ്ങളും മറ്റുള്ള മുമ്പിൽ ഇന്ന് പകലക്കല താഴ്ത്തിക്കെട്ടാതെ, ഇരു ചെവും അറിയാതെ ആ വീടിന്റെ അകത്ത് 3 പേരുടെ പ്രാർത്ഥന അവരുടെ വ്യക്തിത്വത്തെ ദൈവം മാനിച്ചുവെങ്കിൽ ഇന്ന് പകൽ എത്ര പേർക്ക് ബോധ്യമുണ്ട്, എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഇന്ന് പകലക്കാലം മറ്റുള്ളവരോട് നിന്റെ വ്യക്തിത്വം പൊളിച്ചു പറയാതെ, ഇന്ന് പകലക്കാലം വീടിനകത്തുള്ളവർ ഇന്ന് പകലക്കാലം വരാനിരിക്കുന്ന അനർത്ഥത്തെ നോക്കി മനസ്സിലാക്കിയിട്ട് ഇന്ന് പകലക്കാലം മുട്ടുമടക്കി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്കാണ് ദൈവത്തിന്റെ കരം ചലിക്കുവാനിടയായി മാറുന്നത്. അനുസരിക്കുന്നവർക്ക് വേണ്ടി മാത്രമാ ദൈവകരം ചലിക്കുന്നത്. നമുക്കറിയാം, നോഹ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ച് നമുക്കറിയാം. ദൈവത്തിന് കൃപ പ്രാപിച്ച മനുഷ്യനാണ്. പക്ഷേ ഓർക്കുക, ആ മനുഷ്യന്റെ പ്രസംഗം സാധാരണ ഒരു പ്രസംഗമായിരുന്നു.
ദൈവത്തിന്റെ സന്നിധിയിൽ മാനവരാശിയുടെ വഷളത്വം, പാപം ദൈവം കേട്ടു. ഇനി ഒരു കാര്യം ചെയ്യുക, ദൈവം ഈ ഭൂമിയെ വെള്ളം കൊണ്ട് നശിപ്പിക്കുവാൻ പോകുക, മഴ കൊണ്ട് നശിപ്പിക്കുവാൻ പോകുക. അതുകൊണ്ട് നിങ്ങളെല്ലാം രക്ഷയുടെ പെട്ടകത്തിൽ കയറണം. പക്ഷെ നമ്മളെന്നോർത്ത് ഞാൻ ഒരാഴ്ച എല്ലാ പ്രസംഗമാണെങ്കിൽ നിങ്ങൾ പറയും ഈ പാസ്റ്റർ സഭയിൽ നിന്ന് വേറെ സഭയിൽ പോകുന്ന പറയും എന്ന് പറഞ്ഞ പ്രസംഗമല്ലേ. അപ്പൊ അവർക്ക് നോഹ എന്ന് പറഞ്ഞവർക്ക് ഒറ്റ സബ്ജക്റ്റേ ഉള്ളൂ, രാവിലെ ഇടുന്നേക്ക് ഒറ്റ പ്രസംഗം, മഴ പെയ്യാൻ പോകുക. അവർക്ക് അതുകൊണ്ട് രക്ഷയുടെ പെട്ടകത്തിൽ കയറുക, പിറ്റേ ദിവസം ഇത് തന്നെ അല്ലേ. പക്ഷെ അവർക്ക് ആ കുഞ്ഞുങ്ങളെ സമ്മതിക്കണം. ഇത്രയും ദിവസം ഇത്രയും പ്രസംഗം, ഒറ്റ പ്രസംഗം കൊണ്ട് ഈ മനുഷ്യൻ നടന്നിട്ട് ഓർക്കുക, അവർക്കൊന്നും ഓർക്കുക അതൊരു ബുദ്ധിമുട്ടായി മാറിയില്ല. പക്ഷേ അവർക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു, എന്റെ അപ്പം പ്രസംഗിക്കുന്ന ബുദ്ധിയിലല്ല, കൃപയില. വരാൻ പോകുന്ന അനർത്ഥത്തെ അപ്പൻ കളിയായി പറയുകയല്ല, കാര്യമായി പറയുക. പക്ഷേ ദേശം മൊത്തം കളിയായി അത് ഏറ്റെടുത്തു. പക്ഷേ നോഹയും നോഹയുടെ കുടുംബവും ആ പ്രസംഗം ഏറ്റെടുക്കുവാനിടയായി മാറി. പക്ഷേ ഇന്ന് പകൽ എത്ര പേർക്ക് ബോധ്യമുണ്ട്, ഏറ്റെടുത്ത തലമുറയ്ക്ക്, കുടുംബത്തിന് അതൊരു അനുഗ്രഹമായി മാറുവാനിടയായി മാറി. എനിക്ക് അവിടെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരു കാര്യം ഇതാ, മഴ പെയ്തു, യഹോവ പെട്ടകത്തിന് എന്ത് ചെയ്തു, ഡോർ അടച്ചു, മഴയുടെ ശക്തി മുടങ്ങി. പക്ഷേ എന്റെ ഒരു ചിന്തയാണ്, താഴെ മഴ പെയ്തു, ഓരോ സ്റ്റെപ്പ് കയറും തോറും മനുഷ്യനൊക്കെ രണ്ടാമത്തെ നിലയിലേക്ക് കയറി. രണ്ടാമത്തെ നിലയിലേക്ക് കയറുമ്പോൾ തട്ടിന്റെ പുറത്ത് കയറി. തട്ടിന്റെ പുറത്ത് കയറിയപ്പോൾ ഓടിന്റെ പുറത്ത് കയറി. ഓടിന്റെ പുറത്ത് കയറിയിട്ട് കയറുവാൻ കഴിയാതെ എല്ലാ വെള്ളത്തിൽ മുങ്ങിച്ചത്തപ്പോ ആ വെള്ളം ഓർക്കുക, വചനം അനുസരിക്കാത്തവർക്ക് മരണമായി മാറിയപ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവവൈദ്യനെ ആ വെള്ളം വരാത്ത പർവ്വതത്തിൽ കൊണ്ടെത്തിച്ചുവെങ്കിൽ ഇന്ന് പകൽ എത്ര പേർക്ക് ബോധ്യമുണ്ട്, അനുസരിക്കുന്ന ദൈവത്തിന്റെ ജീവിതത്തിന്മേൽ ഇന്ന് പകലക്കല ആ വെള്ളം ഓർക്കുക. പ്രാർത്ഥിക്കുന്നവനെ ഉയർത്തി പർവ്വതത്തിന് മുകളിൽ കയറ്റിയപ്പോൾ വചനം സ്വീകരിച്ചനുസരിക്കാത്തവനെ ആ വെള്ളം മുക്കിക്കൊന്നുവെങ്കിൽ ഇന്ന് പകലക്കാലം ഈ വിശുദ്ധ ആരാധന ശാപത്തിന്റെ പകലായി മാറരുത്. ഈ ആരാധന നമ്മുടെ ജീവിതത്തിന്മേൽ അനുഗ്രഹത്തിന്റെ പകലായി മാറുവാൻ ദൈവത്തോട് ഇന്ന് പകലക്കാലം പ്രാർത്ഥിക്കുന്ന ദിനങ്ങളായി മാറട്ടെ. Glory, 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 glory. Glory, 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 glory. പക്ഷേ അവിടെ നമ്മൾ കാണുന്ന ഒരു ഒറ്റ വാക്യം ഇതാണ്, ഏലീശ പ്രവാചകന്റെ വാക്ക് അനുസരിച്ചു. ആ ഒറ്റ അനുസരണത്തിൽ കടഭാരം മാറി, നാട്ടിലെ പരാതികൾ മാറി, വീടിന്റെ മുറ്റത്തെ കടക്കാർ വരാത്ത അവസ്ഥയിലേക്ക് ദൈവം കൊണ്ടെത്തിച്ചു. പക്ഷെ ഞാൻ ഒന്ന് പറയാ, ഒരു വാക്ക് അനുസരിച്ചാൽ ഇത്രയും വിടുതലാണെങ്കിൽ യേശു നിന്റെ വീട്ടിൽ വന്നാൽ നിന്റെ സ്ഥിതിക്ക് എത്ര മാറ്റമാ. യേശു നിന്റെ തലമുറയിൽ വന്നാൽ, യേശു നിന്റെ ബിസിനസിൽ വന്നാൽ, യേശു നിന്റെ ജോലിയിൽ വന്നാൽ, യേശു നിന്റെ കൃഷിയിടത്ത് വന്നാൽ, ഇന്ന് പകലക്കല നിന്റെ ചിന്തയ്ക്കപ്പുറമായി, നിന്റെ വിചാരങ്ങൾക്കപ്പുറമായി, നിന്റെ ബുദ്ധിക്കപ്പുറമായി നിന്റെ ജീവിതത്തിലെ മാറ്റം ഇന്ന് പകലക്കല നിനക്ക് പോലും പിടിക്കുവാൻ കഴിയാത്ത രീതിയിൽ നിന്റെ ജീവിതത്തിന്മേൽ ദൈവത്തിന്റെ സ്ഥിതികളെ മാറ്റുമെങ്കിൽ ഇന്ന് പകൽ തിരിച്ചറിയാൻ നിന്റെ ജീവിതത്തിന്മേൽ വലിയൊരു സ്വപ്നത്തിലേക്ക് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരുവാനിടയായി മാറട്ടെ. Glory, 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 glory. യേശു വന്നാൽ മാറ്റമുണ്ടാകും. യേശു വന്നാൽ സംസാരത്തിന് മാറ്റമുണ്ടാകും, ഹെയർ കട്ടിങ്ങിന് മാറ്റമുണ്ടാകും, വസ്ത്രധാരണയ്ക്ക് മാറ്റമുണ്ടാകും, സമൂഹമായിട്ടുള്ള സംസാരത്തിന് മാറ്റമുണ്ടാകും. പക്ഷേ അങ്ങനെ ഉണ്ടാകണമെങ്കിൽ യേശു ഹൃദയത്തിൽ വരണം. ഈ വീടിന്റെ അവസ്ഥകൾക്കകത്ത് ഒരു ഭേദം വരികയാണ്. പ്രാർത്ഥന കൊണ്ട് ദൈവം ചില വാതിൽ തുറന്നു, എണ്ണ കൊണ്ട് ആ വീട് നിറച്ചു, കടഭാരം മാറി. ഒറ്റ കരച്ചിലിന് മുമ്പിൽ ഒരു കുടുംബം, രണ്ട് കുഞ്ഞുങ്ങളും അമ്മയും കൂടെ മുട്ടുമടക്കി പ്രാർത്ഥിച്ചു. പക്ഷെ ആ കണ്ണുനീരിന്റെ പിന്നിൽ ദൈവത്തിന്റെ കരം ചലിച്ചു. സാധാരണ മക്കളെ ചെയ്തു ശാപമല്ല പറഞ്ഞു, ഈ അപ്പൻ നാട്ടിൽ മൊത്തം കടമുണ്ടാക്കി, ഈ മനുഷ്യന് ജീവിക്കാൻ അറിയത്തില്ല എന്ന് പറഞ്ഞു കല്ലുകൊണ്ട് എറിയുകയില്ലായിരുന്നു. അവർക്ക് മനസ്സിലായി കടഭാരം വന്നു. പക്ഷെ അപ്പന്റെ ചിന്തകൾ കൊണ്ട് അല്ലെങ്കിൽ അപ്പൻ ശ്രദ്ധിക്കാഞ്ഞത് കൊണ്ടുമായിരിക്കാം. പക്ഷെ ഒന്ന് ഞാൻ
പറയാ, അങ്ങനെ ഓർക്ക, ജീവിതത്തിൽ ഒരു പാളിച്ച വരുമ്പോൾ നമ്മുടെ ദൈവം തള്ളിക്കളയുന്ന ദൈവമല്ല, ദൈവം നമ്മള് ചേർത്ത് പിടിക്കുന്ന ദൈവമാ. പാവനിയായ സ്ത്രീയെ കല്ലെറിയുമ്പോഴും യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ കല്ലെറിയട്ടെ. പക്ഷേ എല്ലാവരും കല്ല് ഓർക്ക താഴെയിട്ടിട്ട് അവർ തിരികെ പോയപ്പോൾ അവിടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞത് ഒറ്റ വാക്യം ഇങ്ങനെയാണ്, മകളെ ഇനിയും നീ പാപം ചെയ്യരുത്. ഇന്ന് പകലക്കല പാളിച്ചകൾ വന്നേക്കാം, വീഴ്ചകൾ വന്നേക്കാം, പക്ഷേ എല്ലാവരും എറിയുന്നവന്റെ കൂടെ യേശു നിന്റെ കൂടെ എറിയത്തില്ല. എല്ലാവരും നിന്നെ തള്ളുമ്പോൾ അവരുടെ കൂടെ അവന് നിന്നെ തള്ളിക്കളയത്തില്ല. എല്ലാവരും വാക്കുകൾ കൊണ്ട് മുന്നേ മുറിപ്പെടുത്തുന്നു, അവനും ഇന്ന് പകലക്കല നിന്നെ മുറിപ്പെടുത്തുന്ന ദൈവമല്ല. അതുകൊണ്ട് ഇന്ന് പകലക്കല തിരിച്ചറിയുക, നിന്നെ സാന്ത്വനിപ്പിക്കുന്ന, നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. അവന്റെ പേരാണ് യേശു. അവൻ നമ്മള് ഒരിക്കലും വഴിയിലിട്ടിട്ട് അവൻ നമ്മളെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ദൈവമല്ല. അതുകൊണ്ട് തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, ആ വീടിനകത്ത് ഒരു ദൈവ പ്രവൃത്തി നടന്നു, ആ വീടിനകത്ത് ഒരു ദൈവിക സാന്നിധ്യം വെളിപ്പെട്ടു, ആ വീടിനകത്ത് പെട്ടെന്നൊരു എഴുന്നേൽപ്പുണ്ടായി. ഓർക്കുക, ആ വീട്ടിലെ കട നാട്ടിൽ മൊത്തം പാട്ടായി പോയി. ഈ ശുശ്രൂഷകന്റെ കുടുംബം ഇനി രക്ഷപ്പെടത്തില്ല. തൊഴിലുറപ്പിന് പോയാൽ പോലും ഈ അമ്മച്ച രക്ഷപ്പെടത്തില്ല, അല്ലേ? കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചാൽ പോലും രക്ഷപ്പെടത്തില്ല, ജോലി കിട്ടിയാൽ പോലും രക്ഷപ്പെടത്തില്ല. പക്ഷെ ഞാനൊന്ന് പറയാ, മനുഷ്യൻ വലുതായി കാണുന്നത് ദൈവത്തിന് മുമ്പിൽ നിസ്സാരമാ. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, മനുഷ്യന് അസാധ്യമായ കാര്യങ്ങൾ നിങ്ങൾ എന്റെ അടുക്കൽ കൊണ്ടുവരുവേൻ, ഞാൻ അതിന് പരിഹാരം തരാമെങ്കിൽ. കടമാണോ വലുത്? തലമുറയുടെ വിഷയമാണോ വലുത്? ജോലിയാണോ വലുത്? നിന്റെ ജീവിതത്തിൽ എന്താണ് നിന്റെ ജീവിതത്തിൽ എത്തിപ്പിടിക്കുവാൻ കഴിയാത്തത്? പകച്ചു നിൽക്കുന്നത്, മുമ്പോട്ട് സ്റ്റെപ്പുകൾ വെക്കുവാൻ കഴിയാതെ അടച്ചു നിൽക്കുന്ന ജീവിതത്തിലെ ഏതെങ്കിലും പരിപരത്തി അനുഭവം നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്ന് പകലക്കാലം അതൊന്നും ഓർത്ത് ഭാരപ്പെടേണ്ട. ഒറ്റ വഴി മാത്രമേ ഉള്ളൂ, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്താമെന്ന് വാക്ക് പറഞ്ഞ ദൈവം ഇന്ന് പകലക്കാലം നിന്റെ വിഷയങ്ങൾ ഏറ്റെടുത്ത, നിന്റെ കടഭാരം ഏറ്റെടുത്ത, നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി ഏറ്റെടുത്ത, നിന്റെ ജീവിതത്തിന്റെ നിലവാരത്തിലെ വിഷയത്തെ ഏറ്റെടുത്ത ഇന്ന് പകലക്കാല സിംഹത്തെ പോലിരിക്കുന്ന പ്രശ്നത്തെ കുഞ്ഞാടാക്കി മാറ്റുവാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. അതുകൊണ്ട് ഇന്ന് മുതൽ തിരിച്ചറിയുക, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. പക്ഷെ ഒന്ന് ഞാൻ പറയാം, ഓർക്ക് ഇരുന്ന് എഴുന്നേൽക്കുന്നത് പോലെയാണ് ആ വീട് ദേശത്ത് മാനിക്കപ്പെട്ടത്. കടം കയറി കുപ്പക്കുന്നായി. ഓർക്ക, അവധികൾ ഒത്തിരി പറഞ്ഞു കാണും, അടുത്ത മാസം തരാം, അതിന്റെ പിന്നത്തെ മാസം തരാം, ഇങ്ങനെയൊക്കെ പറഞ്ഞു ഒരു സമയമായപ്പോൾ കടക്കാർക്ക് മനസ്സിലായി ഇത് ചീറ്റിങ്, ഇത് കിട്ടാൻ പോകുന്ന കേസല്ല, മക്കളെ പിടിച്ചുകൊണ്ട് പോകാൻ വന്ന. പക്ഷേ അവർക്ക് ഫർണിച്ചർ വേണ്ട, ആടുമാടുകൾ വേണ്ട, ഗോൾഡ് വേണ്ട, ഒന്നും വേണ്ട, പക്ഷേ അവർക്ക് തലമുറകളെ മാത്രം മതി. പക്ഷേ ഞാനൊന്ന് പറയാ, മക്കളെ ശത്രുവിന്റെ കയ്യിൽ കൊടുക്കാതെ രാത്രിയും പകലും ഇരുന്ന് മുട്ടുമേലിരുന്ന പ്രാർത്ഥിച്ച മാതാവിന്റെ കണ്ണിന് മുമ്പിൽ ഒരു ദൈവിക വിടുതൽ സംഭവിച്ചുവെങ്കിൽ ഇന്ന് പകൽ എത്ര പേർക്ക് ബോധ്യമുണ്ട്, നിന്റെ തലമുറയെ ശത്രു പന്ത് തട്ടി കളിക്കുവാനല്ല ദൈവം നിനക്ക് തലമുറയെ തന്നത്, ദേശത്തെ കോലമാകുവാനല്ല ദൈവം നിന്റെ തലമുറകളെ തന്നത്, നിന്റെ തലമുറയെ തന്നത് ശത്രുവിന്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കുവാനല്ല. ഇന്ന് പകലക്കല മാതാപിതാക്കൾ ചുമന്ന അഭിഷേകം ഇന്ന് പകലക്കല തലമുറകൾ ചുമക്കുവാൻ വേണ്ടിയാണ് ദൈവം എനിക്കും നിങ്ങൾക്ക് തലമുറകളെ തന്നിരിക്കുന്നത്. അതുകൊണ്ട് തിരിച്ചറിയുക, മാതാവ് പിതാവ്, എന്റെയും നിങ്ങളുടെയും പ്രാർത്ഥന സ്വർഗം കാണാതിരിക്കുന്ന ഒരു പകലല്ല, അവൻ ഇന്ന് പകൽക്കാലം നമ്മുടെ പ്രാർത്ഥന ഏറ്റെടുക്കുന്ന പകലാണ്. മാതാപിതാക്കളുടെ പ്രാർത്ഥന കുഞ്ഞുങ്ങൾ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക. മാതാപിതാക്കളുടെ അനുഗ്രഹം നിങ്ങൾ വാങ്ങണം. നിങ്ങളുടെ മാതാപിതാക്കൾ ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒന്നും സമ്പാദിച്ച് കാണത്തില്ലായിരിക്കാം, അവരുടെ വരുമാനങ്ങൾ കൊണ്ട് നിങ്ങൾ വളർത്തി കണ്ടേക്കാം. പക്ഷെ ഒരിക്കലും മാതാപിതാക്കൾക്ക് വേദന ഉണ്ടാകുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത്. പറ്റുമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ പ്രഭാതത്തെ സ്കൂളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ പറയണം, പപ്പാ മമ്മി എന്നെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം, നിനക്ക് ദീർഘായുസ് ഉണ്ടാകേണ്ടതിന് നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കാം. പക്ഷേ ആ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥിതികൾ മാറും. ഓർക്കുക, കാണപ്പെട്ട ദൈവമാണ് മാതാപിതാക്കൾ. അവരെ പ്രസാദിപ്പിക്കാത്തവർക്ക് കാണപ്പെടാത്ത ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. പക്ഷേ ഒരു അമ്മയുടെ
അമ്മയുടെ പ്രാർത്ഥന വീടിനകത്തെ കടത്തെ എടുത്തു മാറ്റിയെങ്കിൽ, വീടിനകത്തെ ശാപത്തെ എടുത്തു മാറ്റിയെങ്കിൽ, തലമുറയുടെ മുമ്പിൽ ഇരുന്ന കടത്തെ പരിശുദ്ധാത്മാവ് ഉരുട്ടി മാറ്റിയെങ്കിൽ, ഇന്ന് പകൽക്കാല മാതാപിതാക്കളെ, നിങ്ങളുടെ തലമുറകളുടെ അനുഗ്രഹം നിങ്ങളുടെ പ്രാർത്ഥനയാ, നിങ്ങളുടെ കണ്ണുനീരാ, നിങ്ങളുടെ ദൈവമായിട്ടുള്ള ബന്ധമാണ് നിങ്ങളുടെ തലമുറയുടെ ഭാവിക്ക് അതൊരു അനുഗ്രഹമായി മാറുവാനിടയായി മാറിയത്. അതുകൊണ്ട് തിരിച്ചറിയുക, ആ വീടിനകത്തെ കടപ്പാരത്തെ എടുത്തു മാറ്റുവാനിടയായി മാറി. അങ്ങനെയെങ്കിൽ മക്കളോട് ചോദിച്ചാൽ പറയോ, ഉപജീവിക്കുവാൻ ഇങ്ങനെ ഒരു വേർതിരിവ്, ഉപജീവിക്കുവാൻ ഇങ്ങനെ ഒരു ശേഷിപ്പ് ഉണ്ടായതിന്റെ പിന്നിലെ കാരണം എന്ന് ചോദിച്ചാൽ പറയേ, അമ്മയുടെ പ്രാർത്ഥനയാണ് വീടിന്റെ അകത്തൊരു നിർവ് തന്നത്. അമ്മയുടെ പ്രാർത്ഥനയാണ് ഞങ്ങളുടെ സ്ഥിതിക്ക് മാറ്റമുണ്ടായത്. അമ്മയുടെ പ്രാർത്ഥനയാണ് തല കുനിക്കുന്ന ദേശത്ത് ഞങ്ങളുടെ തലയെ ദൈവം ഉയർത്തുവാനിടയായി മാറിയത്. അമ്മയുടെ പ്രാർത്ഥനയാണ് എലീശ പ്രവാചകനെ കർത്താവിനെ കണ്ടുമുട്ടുവാനിടയായി മാറിയത്. അതുകൊണ്ട് ഇന്ന് പകലൊക്കെ തിരിച്ചറിയുക, നമ്മുടെ തലമുറകൾ ഇന്ന് പകലൊക്കെ ദൈവത്തെ പിൻപറ്റുന്ന തലമുറകളായി മാറട്ടെ. നമ്മുടെ കണ്ണടയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവത്തെ കൊടുത്തിട്ട് പോകണം, സത്യദൈവത്തെ കൊടുത്തിട്ട് പോകണം, അഭിഷേകത്തെ കൊടുത്തിട്ട് പോകണം, ജീവനുള്ള ദൈവത്തെ കൊടുത്തിട്ട് പോകണം. അങ്ങനെ കൊടുത്തിട്ട് പോവുകയാണെങ്കിൽ, അങ്ങനെ നമ്മുടെ തലമുറകൾക്ക് ദൈവത്തെ പകർന്നു കൊടുത്തവരാണെങ്കിൽ, ഞാനൊന്ന് പറയാം, എലീശ മരിച്ചാലും സാരമില്ല, എലീശയുടെ ഭാര്യ മരിച്ചാലും സാരമില്ല, പക്ഷേ അവരെ പോറ്റുവാൻ അഭിഷേകത്തിന് കഴിയോ, അവരെ പോറ്റുവാൻ എണ്ണയ്ക്ക് കഴിയോ, അവരെ പോറ്റുവാൻ ഇന്ന് പകൽക്കാല ദൈവകൃപയ്ക്ക് കഴിയുമെങ്കിൽ, ഇന്ന് പകൽക്കാല മാതാപിതാക്കള് നിങ്ങൾ മണ്ണിലേക്ക് മടങ്ങി പോകുന്നതിന് മുമ്പ് നിങ്ങൾ സേവിച്ച, നിങ്ങൾ ചുമത അഭിഷേകത്തെ ഇന്ന് പകലക്കാല കൈമാറുവാൻ തയ്യാറായാൽ, നിങ്ങളുടെ തലമുറകൾ ദേശത്ത് തലകുനിക്കാതെ, ദേശത്ത് വാഹനമേറി ഇന്ന് പകലക്കാല ശത്രുവിന്റെ തലയ്ക്ക് മീതെ ദൈവം പൊക്കിയെടുത്തിട്ട് വാഗ്ദത്ത ഭൂമിയിലേക്ക് ദൈവം കൊണ്ടെത്തിക്കുവാൻ ദൈവം ശക്തനാണെങ്കിൽ, ഇന്ന് പകലക്കാലം എത്ര പേർക്ക് ആ ഒരു നല്ല ഉറപ്പോട് ദൈവത്തിന് ഇന്ന് പകലക്കാലം ആരാധന കൊടുക്കുവാൻ കഴിയും? അതുകൊണ്ട് തിരിച്ചറിയുക, മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നവരായി മാറണം. കുഞ്ഞുങ്ങൾ ചിലപ്പോൾ അത്ര പ്രാർത്ഥനയിൽ സ്ട്രോങ് ആയി വന്നില്ലെന്നിരിക്കും, പക്ഷേ മാതാപിതാക്കൾ പ്രാർത്ഥിക്കണം. രാത്രിയെ പകലാക്കി നിങ്ങൾ മാറ്റണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ്. എനിക്ക് ഇങ്ങനെ ഒരു വിക്ക് വന്നപ്പോൾ, ഒരു അസ്വസ്ഥത വന്നപ്പോൾ എനിക്ക് ഒത്തിരി പ്രയാസമുണ്ടായി. പക്ഷേ ദൈവം അങ്ങനെ കൊടുത്തപ്പം മറ്റൊരു കഴിവ് ദൈവം വേറെ കൊടുത്തു. കീബോർഡ്, ഗിറ്റാർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ദൈവനാമത്തിലൂടെ പ്രയോജനപ്പെടുവാൻ കൊടുത്തു. ഒന്ന് ഞാൻ പറയാ, ബലഹീനമായ ഒരു കുഞ്ഞിനെ ദൈവം നമുക്ക് തരുമ്പോൾ, യോഗ്യത ഇല്ലാത്ത പലരുടെ കൂടെ ആ കുഞ്ഞുങ്ങൾ ദൈവം പകർന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽ എത്ര പേർക്ക് ഇതൊരു ദൂത ഞാൻ വിളിച്ചു പറയുക, ഇതൊരു പ്രവചന ദൂത ഞാൻ വിളിച്ചു പറയുക. ദൈവം ഒരു ബലഹീനമാകുന്ന ഒരു വ്യക്തിയെ ദൈവം നമ്മുടെ കരത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ, അതിന്റെ പിന്നിൽ ദൈവത്തിന് മഹത്വം എന്തോ ദൈവം ഇന്ന് പകലൊക്കെ വാർക്കുമില്ലാത്ത ചിലത് ദൈവം അവരിലൂടെ നമുക്കൊരു അനുഗ്രഹമാക്കി ദൈവം പകരുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഇന്ന് പകൽ ആ ഒരു പ്രത്യാശയോടെ, ആ ഒരു പ്രതീക്ഷയോടെ നമുക്കെല്ലാം എഴുന്നേറ്റ് നിന്നുകൊണ്ട് ദൈവം തന്നിരിക്കുന്ന ഒരു പാട്ടിന്റെ വരികൾ പാടി, കരങ്ങൾ ചേർത്തടിച്ച്, അധരങ്ങൾ തുറന്ന് സന്തോഷത്തോടെ ഇന്ന് പകൽക്കാലം നമുക്ക് പാടിയേ നമ്മുടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിന്റെ നാമത്തിന്, മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യനെല്ലാം നാളും മനോഹരമാകുന്ന പഴയ പാട്ടിന്റെ വരികൾ പാടിയേ നമ്മുടെ ദൈവത്തെ ഇന്ന് പകൽക്കാലം ആരാധിക്കാമല്ലോ. സ്തോത്രം, സ്തോത്രം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിന്റെ നാമത്തിന്, മഹത്വമേ, മഹത്വമേ, മഹത്വത്തിന്റെ നാമത്തിന്, മഹത്വത്തിന് സ്തോത്രയാഗത്തിനോ, മഹത്വത്തിന് സ്തോത്രയാഗത്തിന് യോഗ്യനീയാണല്ലോ. മഹത്വത്തിന് സ്തോത്രയാഗത്തിനും യോഗ്യനീയാണല്ലോ. പറവകൾ മൃഗജാതിയിലെയുന്ന ജന്തുക്കളോ,
പറവകൾ മൃഗജാതിയിലെയുള്ള ജന്തുക്കളോ രാജകൾ മരുക്കൾ പ്രഭുക്കന്മാർ വർഷക്കാരേക്ഷാകരേ രാജകൾ മരുക്കൾ പ്രഭുക്കന്മാർ വർഷക്കാരേക്ഷാകരേ ഭാഗത്താമേ ഭാഗത്താമേ ഭാഗത്തിന്റെ നാമത്തിന് അപ്പ ഭാഗത്താമേ ഭാഗത്താമേ ഭാഗത്തിന്റെ നാമത്തിന് ഭാഗത്തിനു സ്തോത്രയാകുന്നു ഭാഗത്തിനു സ്തോത്രയാകുന്നു സൂര്യചന്ദ്രാദികൾ സ്തുതിച്ചിടട്ടെ സൂര്യചന്ദ്രാദികൾ പ്രാർത്ഥന സ്തുതിച്ചിടട്ടെ സ്വർഗ്ഗാവി സ്വർഗ്ഗവും കേൾവിയെല്ലാം ആരാധനയോ സ്വർഗ്ഗാവി സ്വർഗ്ഗവും കേൾവിയെല്ലാം ആരാധനയോ ഭാഗത്താമേ ഭാഗത്താമേ ഭാഗത്തിന്റെ നാമത്തിന് ഭാഗത്താമേ ഭാഗത്താമേ ഭാഗത്തിന്റെ നാമത്തിന് ഭാഗത്തിനു സ്തോത്രയാകുന്നു ഭാഗത്തിനു സ്തോത്രയാകുന്നു ഭാഗത്തിനു സ്തോത്രയാകുന്നു ഭാഗത്തിനു സ്തോത്രയാകുന്നു ീക്കൽ നടാതിമ മാടിക്കൊടും കാട്ടിമാ ീക്കൽ നടാതിമ മാടിക്കൊടും കാട്ടിമാ ഭാഗത്താമേ ഭാഗത്താമേ ഭാഗത്തിന്റെ നാമത്തിന് അപ്പ ഭാഗത്താമേ ഭാഗത്താമേ ഭാഗത്തിന്റെ നാമത്തിന് ഭാഗത്തിനു സ്തോത്രയാകുന്നു ഭാഗത്തിനു സ്തോത്രയാകുന്നു ഭാഗത്തിനു സ്തോത്രയാകുന്നു പറവകളിലെ ജാതിയിലെയുള്ള ജന്തുക്കളോ പറവകളിലെ ജാതിയിലെയുള്ള ജന്തുക്കളോ രാജകൾ മരുക്കൾ പ്രഭുക്കന്മാർ വർഷക്കാരേക്ഷാകരേ രാജകൾ മരുക്കൾ പ്രഭുക്കന്മാർ വർഷക്കാരേക്ഷാകരേ ഭാഗത്താമേ ഭാഗത്താമേ ഭാഗത്തിന്റെ നാമത്തിന് ഭാഗത്തിനു സ്തോത്രയാകുന്നു ഭാഗത്തിനു സ്തോത്രയാകുന്നു ഭാഗത്തിനു സ്തോത്രയാകുന്നു ഭാഗത്തിനു
ആയാലോ കത്തരിച്ചാലോ കത്തരായാലോ കത്തരിച്ചാലോ
Hallelujah. യേശുവിൻ പിൻപേ പോകാനുറച്ചു യേശുവിൻ പിൻപേ പോകാനുറച്ചു യേശുവിൻ പിൻപേ പോകാനുറച്ചു പിന്മാറാതെ ഞാൻ മാറാതെ പിന്മാറാതെ ഞാൻ മാറാതെ ലോകമെൻ പിന്നിൽ ക്രൂശിന്റെ മുൻപിൽ ലോകമെൻ പിന്നിൽ ക്രൂശിന്റെ മുൻപിൽ ലോകമെൻ പിന്നിൽ ക്രൂശിന്റെ മുൻപിൽ പിന്മാറാതെ ഞാൻ മാറാതെ പിന്മാറാതെ ഞാൻ മാറാതെ യേശുവിൻ പിൻപേ പോകാനുറച്ചു യേശുവിൻ പിൻപേ പോകാനുറച്ചു യേശുവിൻ പിൻപേ പോകാനുറച്ചു പിന്മാറാതെ ഞാൻ മാറാതെ പിന്മാറാതെ ഞാൻ മാറാതെ